അൻഹു ശത്രുവശത്തായിരുന്നു. ശത്രുവശത്ത് ബദറിൽ മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നു. പക്ഷെ മനസ്സിനുള്ളിൽ ഈ ഇസ്ലാം ഉണ്ടായിരുന്നു. ആരുടെ? അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ. അങ്ങനെ ബദറിൽ പിടിക്കപ്പെടുകയൊക്കെ ചെയ്ത വലിയ സംഭവമാണ്. അങ്ങനെ ബദറിൽ പിടിക്കപ്പെട്ട എല്ലാവരും വിടാൻ കാരണക്കാരനായി മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബ്ബാസ് റളിയല്ലാഹു അൻഹു അഥവാ ഉപ്പാന്റെ ജ്യേഷ്ഠന്റെ മകനാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. ഈ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറിയൊരു മോനുണ്ടായിരുന്നു. അവരുടെ പേരാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ്. അബ്ബാസ് എന്ന അവരുടെ മകൻ അബ്ദുള്ള. ഈ അബ്ദുള്ള എന്ന് പറയുന്ന മകന് റസൂലുള്ളാഹിനെ ഇങ്ങനെ ചുറ്റിപ്പറ്റി കളിക്കുന്ന ഒരു ദിവസം ഈ കുട്ടിയുടെ തലയിൽ കൈവച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഫഖിഹുഹു ഫിദ്ദീൻ, എന്റെ ഈ കുഞ്ഞുമോനെ നീ നല്ല ഇൽമുള്ള ആളാക്കി, ഫിഖ് അറിയുന്ന ആളാക്കി മാറ്റണേ എന്ന്. അങ്ങനെ പിന്നെ അവര് വലുതായപ്പോ അവസാനം അവർ അറിയപ്പെട്ടത് തർജുമാനുൽ ഖുർആൻ, ഖുർആനിന്റെ പരിഭാഷ എന്ന തർജുമാനുൽ ഖുർആൻ ഇബ്രുഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായി മാറി മഹാനായ അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. പിന്നീട് ലോകത്ത് വന്ന മുഴുവൻ ഖുർആൻ പണ്ഡിതന്മാരും, ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് നിസ്സാരമല്ല, 2 അക്ഷരങ്ങൾക്കിടയിൽ പോലും ആശയങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വലിയ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അക്ഷരങ്ങൾക്കിടയിൽ ആശയങ്ങളുണ്ട്. അതിലൊക്കെ ലോക മുസ്ലിമീങ്ങൾ ആശ്രയിച്ചത് അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് തങ്ങളാണ്. മൂപ്പര അഭിപ്രായം എന്താണ് എന്നാ നോക്കാറ്. അങ്ങനെ അവസാനം ഈ ലോകത്തോട് വിട പറഞ്ഞ് ഈ ലോകത്തോട് വിട ഖബറിലേക്ക് ഇറക്കുന്ന സമയത്ത് ഒരു പക്ഷി വന്നിട്ട് ഇങ്ങനെ ഖുർആൻ ഓതി, അത്രേ എന്ന്, ശാന്തി പ്രാപിച്ച ആത്മാവെ അള്ളാഹുവിലേക്ക് സമാധാനത്തോടുകൂടെ മടങ്ങിക്കോ എന്നിങ്ങനെ പക്ഷികൾ വന്നിട്ട് പറന്നുകൊണ്ടിങ്ങനെ ഖുർആൻ പാരായണം ചെയ്തു എന്ന ആ മഹാന്റെ ഖബറാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. ആ മഹാനാണ് ഇവിടെ കിടക്കുന്നത്. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അത് അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് തങ്ങളെ കഥയാണ് ഞാൻ പറഞ്ഞത്. ഇനി പറയുന്നത് അദ്ദാസ് ആണ്. അദ്ദാസും അവരുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകളും അവര് ശുഹദാക്കളാണ്. അതിന്റെ കഥ ഇൻഷാ അല്ലാഹ് അങ്ങോട്ടെത്തിയിട്ടേ പറയും.